ഹലോ ഗൈസ്, എത്തി നമ്മുടെ മറ്റോ കലാസാപ്പനൊരിക്കലും പൊളിക്കോച്ച് ചെയ്താണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ചോപ്പാണെങ്കിൽ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലുമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കാർ പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിക്ക് ശരിയാക്കാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു 3G ആണ് ഗൈസ്. എന്തായാലും നമ്മളെ കയ്യിലിപ്പോൾ ഒരു ബൈക്ക് മാത്രമുണ്ട്. ഈ ബൈക്കിൻ്റെ പേരാണ് എല്ലാവരും നമ്മളെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ബൈക്കിൻ്റെ പേരാണ് ഓക്കെ. നമ്മളെ മൊബൈലിലേക്ക് ആരോ വിളിക്കുന്നു, നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളെ ലാമറാണല്ലോ വിളിക്കണം. എന്തായാലും നമുക്ക് എന്തായാലും എടുത്ത് നോക്കാം ഗൈസ്. അത് ലാമറ എന്താടാ ഓടോ, നീ ഓടുന്നോടോ? എന്താണ് അവിടെ നമ്മുടെ സ്വിമ്മിയുടെ കടയിൽ പുതിയ ബൈക്ക് വന്നു, സൂപ്പർ ബൈക്കൊക്കെ വന്നു. ആണോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലോ? ഞാൻ എന്തായാലും വാങ്ങാൻ പോയപ്പോൾ നല്ല വിലയാണ് വീശിയത്. എന്നിട്ട് നീ വാങ്ങിയത്? ഇല്ലടോ, എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. എടാ, നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടി നോക്കിയാലോ? എന്ത് പരിപാടി? എടാ, മോഷണം. എടാ, ഒന്ന് വെച്ചിട്ട് പോയാൽ എന്നെ കൊണ്ടൊന്നും വെച്ചാ. ഓക്കെ, അവൻ മോഷണമൊക്കെ ചെയ്യാന്നാണ് പറയുന്നത് ഗൈസ്. അപ്പം ഞാൻ ഒന്നും നിന്നില്ല. പക്ഷെ ഞാൻ മോഷ്ടിക്കും അത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാമറും ഞാനും ആണ് ഈ ചെയ്യണമെങ്കിൽ ഓൾക്ക് പകുതി ഷെയർ കൊടുക്കേണ്ടി വരും. ഇതാണെങ്കിൽ നമ്മൾക്കും ഫുള്ള് കൊടുക്കും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളെ ഐഡിയ ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് മോഷണം ചെയ്യുമ്പോഴത്തേന് നമുക്ക് കുറച്ച് രാത്രിയൊക്കെ ആവണം. പിന്നെ മാസ്കൊക്കെ ധരിച്ചങ്ങാണ്ട് പോകണം ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ഒന്ന് ഇരുട്ടൊക്കെ ആവട്ടെ, രാത്രിയൊക്കെ ആകട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ സിമ്മിയോൻ്റെ കടയിലൊക്കെ പോവാം. ഓക്കെ, നമ്മളിത് നമ്മളെ രാത്രി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ മോഷണം നടത്താനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് നമ്മളെ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങനെ നമുക്ക് പെർഫെക്റ്റായി നമ്മളെ മാസ്കൊക്കെ. ഓക്കെ, നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ സിമ്മിയോടെ കടയ്ക്ക് നേരെ പോകാം, നമ്മളെ ബൈക്ക് എടുത്തുങ്ങാണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ സൂപ്പർ ബൈക്കുകളുണ്ടാവുന്നത് നമ്മൾ എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ് എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ സിമ്മിയോടെ കടയ്ക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ അടിച്ചു വയ്ക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ സിമ്മിയോടെ വീഡിയോക്ക് പോവാം ഗൈസ്. നമ്മളെ സിമ്മിയോടൊന്നും അവിടെ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളെ സിമ്മിയോടെ കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലേ ചോദ്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ ഈ ജനലുണ്ടല്ലോ അത് നമുക്ക് പൊട്ടിക്കാം ഗൈസ്. ശബ്ദം ഉണ്ടാക്കാതെ പൊട്ടിക്കുക, കാരണം ആൾക്കാർ എന്താക്കാണ്ട് നമുക്ക് പ്രശ്നമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഒന്ന് പൊട്ടിക്കുക ഗൈസ്. നമുക്ക് നമ്മളെ തോക്ക് വെച്ച് പൊട്ടിക്കുക, നമ്മളെ MB40 എടുക്കുക ഗൈസ്. MB40 യെസ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചാൽ നമുക്ക് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, നമ്മൾ പുറത്ത് ഉള്ളിൽ കറന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ബൈക്കുകൾ കുറേ ഉണ്ടല്ലോ. എൻ്റെ മോന് ഏതൊക്കെ ബൈക്കുകളാണ് ഇത്? ഏതാണ്? ഹിമാലയൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ മോൻ സെറ്റാണ്. ഓക്കെ, അടുത്ത ബൈക്ക് ഏതാണ്? എൻ്റെ മോൻ. ഇതൊക്കെ ഏതാ ബൈക്ക്? പേര് പോലും അറിയണില്ല ഗൈസ്. ഓക്കെ, ഇതെന്താണ്? റോക്കി ബൈൻ്റെ ബൈക്ക് ഗൈസ്. എൻ്റെ മോൻ ഇതൊക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നത്. എൻ്റെ മോനെ, ഇതാണ് സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ ലാമർ ഇത് പറഞ്ഞിട്ടില്ല ഗൈസ്. നമ്മളെ ലാമർ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ കൊണ്ടുപോവാം ഗൈസ്. എൻ്റെ മോനെ നല്ലതൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ പൊട്ടിച്ചോണ്ടാന്ന് അറിയില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി വാൽ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ തന്നെ പോവാം ഗൈസ്. എൻ്റെ മോനെ സെറ്റ് ബൈക്ക് തന്നെ. ഗൈസ്, ഞാൻ അറിഞ്ഞിട്ടില്ലേ നമ്മൾ സിമ്മിയോടെ കടയിൽ ഇതൊക്കെ വന്നു, നമ്മളെ റോക്കി ബൈൻ്റെ ബൈക്ക് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ബൈക്ക് എടുത്ത് നമ്മളെ വീട്ടിലേക്ക് നേരെ വെച്ച് കയറാം ഗൈസ്. ഓക്കെ, ബാക്കി പിന്നെ അതിൽ 2 ബൈക്കുകളുണ്ട് ഗൈസ്. നമുക്ക് നമ്മളെ ബുള്ളറ്റ് വേണ്ട ഗൈസ്. ഓക്കെ, നമ്മൾ ബുള്ളറ്റ് നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇനി അടുത്ത ബൈക്ക് എടുക്കാൻ നേരെ പോവാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വല്ല ടാക്സി അങ്ങനെ എന്തെങ്കിലും വിളിച്ചിങ്ങാണ്ട് പോവാം ഗൈസ്, നമുക്ക് അടുത്തേക്ക് എടുക്കാൻ ഗൈസ്. ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏത് ബൈക്കിന് എടുക്കും ഗൈസ്? നമുക്ക് ഹിമാലയ എടുക്കാം ഗൈസ്. കാണാത്ത കുറച്ച് സെറ്റാണ്. നമുക്ക് 2 സൈലൻസറോ 2 ഭാഗത്തും 2 സൈലൻസർ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നി ഹിമാലയെന്ന് ഇല്ല ഗൈസ്, വേറെ ഏതെങ്കിലും ബൈക്കാണോ അറിയില്ല ഗൈസ്. എൻ്റെ മോനെ ആക്സിഡൻറ്റ് ആയാലോ പെട്ടെന്ന്. ആരും കാണാൻ പെട്ടെന്ന് നീച്ച് പോവുക ഗൈസ്. പെട്ടെന്ന് നീച്ച് പോവും. ഓക്കെ, നമുക്ക് ചെറിയൊരു ഒരു ബൈക്കിൽ നിന്ന് ഉഗ്ഗൽ വന്നിട്ടുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് പോവാം ഗൈസ്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, നമ്മളെ ബൈക്കൊന്ന് ചിരിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ജസ്റ്റ് മിസ്സായിരിക്കും മേട്ടിപ്പോൾ തട്ടിഞ്ഞു ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഈ ബൈക്ക് അത്യാവശ്യം സെറ്റാണ് ഗൈസ്. ഓക്കെ, നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ 2ാമത്തെ ബൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ബൈക്കും പാടുണ്ട്, അതും പാടി എടുത്താൽ നമ്മളെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ഈ ബൈക്ക് ഇവിടെ നിന്ന് വെക്കാം ഗൈസ്. നമ്മളെ റോക്കി ബൈൻ്റെ ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ടാക്സി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വിധത്തിൽ നമുക്ക് ഇനി നമ്മളെ അടുത്ത ബൈക്ക് നമുക്ക് എടുക്കാം. അടുത്ത ബൈക്ക് നമ്മളെ ഏതൊരു ബൈക്കാണ്, എനിക്ക് അതിൻ്റെ പേര് പോലും അറിയില്ല, കാരണം
ഞാൻ കണ്ടിട്ടില്ലാത്ത ബൈക്കാണ് ഗൈസ്. എന്തായാലും നമുക്ക് അതും പാടി എടുക്കാം. എൻ്റെ മോനെ ഇതാണ് ആ ബൈക്ക് ഗൈസ്. ഓ സെറ്റ് ബൈക്കാണ്. എൻ്റെ മോനെ എന്ത് പൊളി ബൈക്ക്. ഇതിൻ്റെ എന്താണ് സൈലൻസറൊക്കെ ഒരു ഭാഗത്ത് 2 സൈലൻസറൊക്കെ ഉണ്ട് ഗൈസ്. സെറ്റാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ബൈക്ക് കൊടുത്ത് പോകാം. നമുക്ക് ഇതിൻ്റെ കാലത്തിനുള്ള ഒരു ഡൗട്ടുണ്ട് ഗൈസ്. ഇത് കാലത്തിന് പോലില്ല ഗൈസ്. എൻ്റെ മോനെ സെറ്റാണ് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു വിധത്തിൽ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതും പാടി നമുക്ക് വെച്ച് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും ഗൈസ്. എൻ്റെ മോനെ സെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയതാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് നമ്മളെ 3 ബൈക്കും നമ്മളെ കയ്യിലിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ സെറ്റ്. ഓക്കെ, നിങ്ങൾക്കിതിൽ ഏത് ബൈക്കാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തേക്ക് അടിച്ചടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അടുത്ത ലക്കിൽ ഞാൻ പുളിക്കൊച്ചി വീഡിയോയിലായിരിക്കും. ബൈ.